മോഡേണിറ്റി ആൻഡ് മോഡേണിസത്തിൽ ടി.എസ്. ഇലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡ്. ഇലിയറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മേജർ റൈറ്റേഴ്സ് ഓഫ് 20th സെഞ്ച്വറി ആണ്. മേജർ മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് 20th സെഞ്ച്വറി. അതുപോലെ തന്നെ ആള് ഏറ്റവും അധികം ഫേമസ് ആയിട്ടുള്ളത് ഈ വേസ്റ്റ് ലാൻഡ് എഴുതിയത് തന്നെയാണ്. പിന്നെ ആളൊരു പ്ലേ റൈറ്റ്, ലിറ്റററി ക്രിട്ടിക്കും എഡിറ്ററും എസ്സേയിസ്റ്റും ഒക്കെ ആയിരുന്നു. പിന്നെ ഈ വേസ്റ്റ് ലാൻഡ് എഴുതിയിട്ടുള്ളത് 1922 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞ ഒരു ജേർണലിലാണ് ആദ്യം ഇത് വരുന്നത്. 20th സെഞ്ച്വറി സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഉള്ള ഒരു പീരീഡിൻ്റെ ആ ഒരു പീരീഡിലുള്ള ഒരു ഡിസില്യൂഷൻമെൻ്റ് അല്ലെങ്കിൽ ഡെസ്പെയറും എംപ്റ്റിനെസ്സൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എഴുതിയിട്ടുള്ളത്. സെക്കൻഡ് വേൾഡ് വാർ അല്ല, ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ ഈ വേസ്റ്റ് ലാൻഡ് എന്ന് വിളിക്കുന്നത് 20th സെഞ്ച്വറി വേൾഡിനെയാണ്, അതായത് പോസ്റ്റ് വേൾഡ് വാർ പീരീഡിനാണ്, അല്ലെങ്കിൽ പോസ്റ്റ് വേൾഡ് വാർ എർത്തിനാണ് വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത്. ഒരു വേസ്റ്റ് ലാൻഡ് ഓഫ് റിലീജിയൻ എന്ന രീതിയിലും, അതുപോലെ വേസ്റ്റ് ലാൻഡ് ഓഫ് സ്പിരിറ്റ് എന്ന രീതിയിലും, വേസ്റ്റ് ലാൻഡ് ഓഫ് റിപ്രൊഡക്റ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ വേസ്റ്റ് ലാൻഡിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഈ പോയറ്റ് കാണുന്ന ആ ഒരു ഫ്യൂട്ടിലിറ്റിയും അനാർക്കിയും അല്ലെങ്കിൽ ഒരു ബാരൻനെസ്സും ഒക്കെയാണ് കാണുന്നത്. അതായത് പോസ്റ്റ് വേൾഡ് വാർ സീനാണ്. അപ്പോൾ ഈ ലാൻഡിന് ഫെർട്ടിലിറ്റി ഇല്ല, അതുപോലെ തന്നെ യൂസ്ഫുള്ളായിട്ട് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വേസ്റ്റ് ലാൻഡായിട്ട് അല്ലെങ്കിൽ ബാരനായിട്ട് കിടക്കുകയാണ് എർത്ത് എന്ന് പറയുന്നത്. അനിമൽസും അല്ലെങ്കിൽ ക്രോപ്സും ഒന്നും റിപ്രൊഡക്റ്റീവ് ഫങ്ഷൻ ഒന്നും ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ ലാൻഡ് ഇങ്ങനെ വളരെ അൺപ്രൊഡക്റ്റീവായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇലിയട്ട് ഇതിനെ മോഡേൺ വേൾഡിനെ കമ്പയർ ചെയ്യാണ് ഒരു വേസ്റ്റ് ലാൻഡായിട്ട്. അപ്പോൾ വേറൊരു കമ്പാരിസൺ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷർ കിങ്ങിൻ്റെ ഒരു മിത്ത്. മെയിനായിട്ട് 2 സോഴ്സസിൽ നിന്നാണ് വേസ്റ്റ് ലാൻഡിൽ മിത്ത്സ് എടുത്തിട്ടുള്ളത്. ഒന്ന് സർ ജെയിംസ് ഫ്രേസറിൻ്റെ ബുക്കായിട്ടുള്ള ദ ഗോൾഡൻ ബോയും, അതുപോലെ മിസ് ജെസ്സി വെസ്റ്റൻ്റെ ഫ്രം റിച്വൽ ടു റൊമാൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് 2 നിന്നാണ് മെയിനായിട്ട് മിത്ത്സ് ഇലിയട്ട് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ കമ്പാരിസൺ, അതായത് വേൾഡിനെ ഒരു വേസ്റ്റ് ലാൻഡായിട്ട് കമ്പയർ ചെയ്യണ ആ ഒരു സംഭവം വന്നിട്ടുള്ളത് ഫിഷർ കിങ് എന്ന് പറഞ്ഞ ലെജൻഡിലെ അല്ലെങ്കിൽ അതിൻ്റെ പ്ലോട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ബ്രിട്ടനിലെ മറ്റേ ലെജൻഡറി കിങ് ആയിട്ടുള്ള കിങ് ആർതറിൻ്റെ ആ ഒരു സ്റ്റോറിയിൽ ഫിഷർ കിങ്ങിൻ്റെ ഒരു പ്ലോട്ട് വരുന്നുണ്ട്. അതിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളറിയപ്പെടുന്നത് വൂണ്ടഡ് കിങ് അല്ലെങ്കിൽ മെയിംഡ് കിങ് എന്നാണ്. ആളുടെ ഈ ഹോളി ഗ്രെയിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതൊരു കപ്പ് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറാണ്. നമ്മുടെ ജീസസ് അവസാനമായിട്ട് ആ ലാസ്റ്റ് സപ്പറിൻ്റെ ടൈമിൽ അതിൽ നിന്നാണ് വെള്ളം കുടിച്ചത്. അതുപോലെ തന്നെ പിന്നീട് ജീസസിൻ്റെ ബ്ലഡ് ക്രൂസിഫിക്ഷൻ്റെ സമയത്ത് കളക്ട് ചെയ്തതും ഇതിലാണെന്ന് പറയുന്നുണ്ട്, ഈ ഹോളി ഗ്രെയിലിൽ. അപ്പോൾ ഇത് ആർതറിയൻ ലെജൻഡിൽ ഈ ഹോളി ഗ്രെയിലിനെ കാണുന്നത് ഒരു ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ഉള്ളൊരു സാധനമായിട്ടാണ്, അല്ലെങ്കിൽ എറ്റേണൽ യൂത്ത്, ഹാപ്പിനെസ്, മിറാക്കുലസ് പവേഴ്സ്, ഭയങ്കര മിസ്റ്ററിക്കലായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒക്കെ ഒരു സിമ്പിളാണ്. അപ്പം അത് ഈ ഫിഷർ കിങ്ങിൻ്റെ ആളുടെ അതിന് കൈമാറി വന്നിട്ട് അവസാനം എത്തി നിൽക്കുന്നത് ഈ ഫിഷർ കിങ്ങിൻ്റെ കയ്യിലാണ്. പക്ഷേ ഈ ലെജൻഡിൽ പറയണമെന്ന് വെച്ചാൽ ഈ ഫിഷർ കിങ്ങിന് ആളുടെ തൈസിൽ ഒരു വൂണ്ടുള്ള കാരണം ആൾക്ക് അടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആൾക്ക് മക്കളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ ജനറേഷൻ അവിടെ നിന്നുപോയി മാത്രമല്ല, അതുപോലെ തന്നെ ആളുടെ ലാൻഡും സഫർ ചെയ്തു എന്നാണ് പറയുന്നത്. ആൾ സഫർ ചെയ്ത പോലെ തന്നെ ആളുടെ കിങ്ഡം അവിടെ നിന്ന് ആ ഒരു ബാരൻഡായി പോയി. ആ ഒരു ലാൻഡിനോടും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോടാണ് ഇലിയട്ട് നമ്മളുടെ വാർ സ്ട്രൈക്കൺ വേൾഡിനെ കമ്പയർ ചെയ്യണത്. അതായത് ഇനിയൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത അത്രയും ബാരൻ ആയിട്ടുള്ള ഒരു ലാൻഡായി, അല്ലെങ്കിൽ അത്രയും അങ്ങനത്തെ സ്റ്റേറ്റിലുള്ള ഒരാൾക്കാരായി നമ്മൾ മാറി
അല്ലെങ്കിൽ മോഡേൺ വേൾഡ് മാറി എന്നാണ് പറയണത്. പിന്നെ വേസ്റ്റ് ലാൻഡിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ വേൾഡിൽ അല്ലെങ്കിൽ ഈ വാർ സ്ട്രൈക്കൺ ലാൻഡിൽ ആൾക്കാർ എല്ലാം തലതിരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർമലിൽ നിന്ന് മൊത്തം ഓപ്പോസിറ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ സ്പ്രിങ് സീസണാണല്ലോ മെയിൻലി നമ്മൾ എന്താ റീജനറേഷൻ്റെയും അല്ലെങ്കിൽ ഫെർട്ടിലിറ്റിയുടെയും റീബർത്തിൻ്റെ ഒക്കെ പീരീഡായിട്ട് കാണുന്നത്, സീസണായിട്ട് കാണുന്നത്. പക്ഷേ ഇവർ ഈ പീപ്പിൾ പ്രാർത്ഥിക്കുന്നത് വിൻ്റർ വരാൻ വേണ്ടിയിട്ടാണ്. മൊത്തം തലതിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എന്താ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രേസാണ് ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏപ്രിൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്പ്രിങ് സീസണാണ്, അല്ലെങ്കിൽ റീജനറേഷൻ്റെയും ഹാപ്പിനെസ്സിൻ്റെയും ഒക്കെ ടൈമാണെങ്കിലും ഏപ്രിലിന് ക്രൂവലസ്റ്റ് മന്തായിട്ടാണ് ഇവിടെ നമ്മുടെ പോയറ്റ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വാർ സ്ട്രൈക്കണാകുമ്പോൾ പിന്നെ അങ്ങനെ ഇന്ന സീസണൊന്നും ഇല്ലല്ലോ. വാർ കഴിഞ്ഞിരിക്കുമ്പോൾ സ്പ്രിങ് സീസൺ വന്നിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ പറയുന്നത് എന്താ ടാരറ്റ് പാക്ക് ഓഫ് കാർഡ്സ് എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട് പോയത്തിൽ. ആ കാർഡ്സ് എന്ന് പറയുന്നത് പണ്ട് ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സൊക്കെ പ്രവചിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു പാക്ക് ഓഫ് കാർഡ്സാണ്. പക്ഷെ അതിപ്പോൾ ഒരു ലോക്കൽ ഫോർച്യൂൺ ടെല്ലറായിട്ടുള്ള ഈ മാഡം സൊസോസ്ട്രിസ് എന്ന് പറഞ്ഞൊരു പെണ്ണിൻ്റെ കയ്യിലാണ് വന്നിട്ടുള്ളത്. അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സ് ചെയ്യണ ഒരു കാര്യത്തിൽ നിന്ന് ഒരു മിയർ ഫോർച്യൂൺ ടെല്ലറിൻ്റെ കയ്യിലേക്ക് അത് എത്തി, ഓർഡിനറി സംഭവത്തിലേക്ക് എത്തി. മാത്രമല്ല ആ പെണ്ണിന് അതിൽ ഒരു കാർഡ് കാണാൻ പറ്റുന്നില്ല, ഹാങ്ഡ് മാനിൻ്റെ കാർഡ് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഹാങ്ഡ് മാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഗോഡിനോ അല്ലെങ്കിൽ മേ ബി ക്രൈസ്റ്റിൻ്റെ ക്രൈസ്റ്റ് മറ്റേ കുരിശിലേറിയ ഒരു സംഭവം, അതിൻ്റെ പിക്ചറുള്ള കാർഡ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊന്ന് ക്രൈസ്റ്റ് അങ്ങനെ കുരിശിലേറി കഴിഞ്ഞിട്ട് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഉയർത്തെഴുന്നേറ്റ് വന്നല്ലോ. അപ്പോൾ ആ സിമ്പൽ എന്ന് പറയുന്നത് റിഡംഷൻ്റെയും ലൈഫിൻ്റെയും ഫെർട്ടിലിറ്റിയുടെയും സിമ്പലാണ്. ആ ഒരു സിമ്പൽ ഇതിന് കാണാൻ പറ്റണില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡേൺ വേൾഡിൽ നിന്ന് എല്ലാ വാല്യൂസും എല്ലാ ഹാപ്പിനെസ്സും സംഭവങ്ങളൊക്കെ പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് പിന്നെ കൊണ്ടുവരുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ ക്ലിയോപാട്രയുടെ ക്യാരക്ടറാണ്. ഗെയിം ഓഫ് ചെസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പറയുന്നത് ആ ക്ലിയോപാട്രയുടെ ക്യാരക്ടർ മോഡേൺ മാനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഫയർ സെർമൺ എന്ന് പറഞ്ഞ സെക്ഷനിൽ ടെറേസിയാസ് എന്ന് പറഞ്ഞൊരു ബ്ലൈൻഡ് വിഷണറീനെ പറ്റി പറയുന്നുണ്ട്. ആൾ പറയുന്നത് മനുഷ്യന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഒരു വാല്യൂ ഇല്ലാണ്ടായി തുടങ്ങി, വാല്യൂ ഇല്ല. അതായത് ഇപ്പോൾ മെന്നും വുമണും തമ്മിൽ ഉള്ള റിലേഷൻ എന്ന് പറയുന്നത് മിയർ ഫിസിക്കൽ റിലേഷനായി മാറി, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിച്വൽ ആയിട്ട് മാറി എന്നാണ് പറയണത്. പിന്നെ ക്ലിയോപാട്ര എന്ന് പറയുമ്പോൾ ഒരു ഗ്രേറ്റ് ഫിഗർ ആണല്ലോ ഹിസ്റ്ററിയിൽ. പക്ഷെ ആ പെണ്ണിന് ഒരു സൈക്യാട്രിക് പേഷ്യൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ആകെ കാണിക്കുന്ന പോസിറ്റീവ് ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഹയാസിന്ത് ഗേളിൻ്റെ ഒരു സംഭവം വരുന്നുണ്ട്. പക്ഷെ ആ പെണ്ണ് ക്യാരി ചെയ്യുന്ന ഫ്ലവേഴ്സും നശിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഡെത്ത് ബൈ വാട്ടർ എന്ന് പറഞ്ഞ സെക്ഷനിൽ പറയുന്നത് ഒരു സെയിലർ ഡ്രൗൺ ചെയ്യണ ഒരു ഇമേജ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ യൂത്ത് ഓൾഡ് ഏജിലേക്ക് പോകണമെന്നുള്ളതിൻ്റെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ ആ ഒരു മീനിങ്ലെസ്നെസ് അല്ലെങ്കിൽ ഡെത്ത് ഏത് നിമിഷം വരുമ്പോൾ ആ ഒരു മോർട്ടാലിറ്റിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് സെക്ഷൻ വാട്ട് ദ തണ്ടർ സെഡ് എന്നുള്ളത്, അതിൽ ഇതിനൊക്കെ ഒരു കൺക്ലൂഷൻ കൊടുത്തിട്ടാണ് ഇല്ലിട്ട് നിർത്തണത്. ഈ പറഞ്ഞ ഒരു എംപ്റ്റി ഡെസേർട്ടിലൂടെ ഒരു ജേണിയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പെരിലസ് കാസിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഈ ഹോളി ഗ്രേയിൽ സെർച്ച് ചെയ്തിട്ടാണ് പോണത്. ഹോളി ഗ്രേയിൽ എന്ന് പറയുമ്പോൾ ഈ സിമ്പിൾ ഓഫ് ഹാപ്പിനെസ് നേരത്തെ പറഞ്ഞ സംഭവം. അപ്പോൾ അത് സെർച്ച് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ ഈ ജേണിയുടെ ഇടയിൽ അവർ ക്രൈസ്റ്റിനെ കാണുന്നുണ്ട്. അപ്പോൾ ക്രൈസ്റ്റ് ഈ ക്രൂസിഫിക്ഷൻ കഴിഞ്ഞ്
എന്താ ഉയർത്തെഴുന്നേറ്റ് റിസറക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സൈറ്റ് കാണുന്നുണ്ട്. ഞാൻ അപ്പോൾ എന്നിട്ട് പറയണ എന്താ ഈ ജേർണി എൻഡ് ആവണത് ഇവർ പെരിലസ് കാസിലെത്തും. അവിടെ വെച്ച് റെയിൻ വരാണ്. എന്താ റെയിൻ വരുമ്പോൾ ഒരു റീഫ്രഷ്മെൻറ്റും ഫ്രീഡത്തിൻ്റെ ഒക്കെ ഒരു സിമ്പിളായിട്ടാണ് റെയിൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് എന്താ ഉപനിഷത്തിലുള്ള ബ്രഹ്മയുടെ ഒരു കമൻ്റാണ് പറയുന്നത്. തണ്ടറിൻ്റെ ഫോമിലാണ് ആ കമൻറ്റ് വരുന്നത്. എന്താ ദത്ത ദയദ്വം ദമ്യത എന്നാണ് ആ ഒരു കോട്ട്. അതിൻ്റെ മീനിങ് ഗീവ്, സിമ്പത്തൈസ്, കൺട്രോൾ എന്നാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ എല്ലാ കൈൻഡ് ഓഫ് എംപ്റ്റിനെസ്സിലും ആ ഡ്രോട്ടിൽ നിന്ന് ഹ്യൂമാനിറ്റി വീണ്ടും ഇതായി വരണം, അല്ലെങ്കിൽ മാറി വരണം, ഉയർത്തെഴുന്നേറ്റ് വരണം എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തിട്ട് ലാസ്റ്റ് ഉപനിഷത്തിൽ നിന്നുള്ള ഒരു ഫ്രേസ് ശാന്തി 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 എന്ന് 3 വട്ടം പറഞ്ഞിട്ടാണ് നിർത്തണത്. അതായത് ഇങ്ങനെ കുറേ ഇൻകോൺഗ്രസ് ആയിട്ടുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു എന്താ മോഡേൺ വേൾഡ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പോയും ആൾ എഴുതി വെച്ചേക്കുന്നത്. ആകെപ്പാടെ ജംബിൾഡായിട്ട് ഫുൾ കാണിക്കുന്നത്. അവസാനം അതിനൊരു കൺക്ലൂഷൻ കൊടുത്തിട്ട് ഹ്യൂമാനിറ്റീനെ സേവ് ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. ജസ്റ്റ് ഒരു ഔട്ട്ലൈനാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ കുറേ മിത്തും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് വേസ്റ്റ്ലൻഡിൽ.